ഹലോ, ഞാനിന്നിവിടെ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്നെ പോലെ ഒരു ചതി വേറെ ആർക്കും, അതായത് നിങ്ങൾക്കും, ഇത് കാണുന്ന നിങ്ങൾക്കും പറ്റരുത്. കാരണം നമ്മളെ ശുദ്ധമായ മനസ്സുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമുക്കത് നാട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഒക്കെ വഴിയായിട്ടേ പിന്നെ അത് വരത്തുള്ളൂ. അങ്ങനെ ഒരു കാര്യമാണ് എനിക്ക് പറ്റിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. കാരണം ഞാൻ ഒരു ദിവസം എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത് എന്നുള്ളത് എനിക്കും എൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ കുഞ്ഞിനും മാത്രമേ അറിയത്തുള്ളൂ. അല്ലാതെ എൻ്റെ വേറെ ബന്ധുക്കൾക്കോ അവർക്ക് അതിനെ ഓർത്ത് വിഷമോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ അറിയുന്നുണ്ടോ ഇല്ല. എൻ്റെ പിന്നെ കുറച്ച് എൻ്റെ സുഹൃത്തുക്കൾ അവർക്ക് മാത്രമേ അറിയാവുള്ളൂ. അപ്പം നമ്മൾ അതുപോലൊരു ചതിയാണ് എനിക്ക് പറ്റിയത്. എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ബന്ധു, അതായത് ക്ലോസ്, അത്രമാത്രം ക്ലോസാണ്. അപ്പോൾ ആരാണെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അത്രമാത്രം ക്ലോസ് ആയിട്ടുള്ള ഒരാൾ എൻ്റെ ഒരു ദിവസം എൻ്റെ അനിയൻ്റെ കല്യാണം കഴിഞ്ഞു ഒരാഴ്ചയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ അമ്മയുടെ വീട്ടിൽ ഇതുപോലെ വന്നു. അപ്പം വന്നപ്പോഴത്തേക്ക് പിന്നെ ഇത് അമ്മയുടെ വീട്ടിൽ വന്നപ്പോൾ അമ്മ ഇല്ലായിരുന്നു അവിടെ. അപ്പോൾ അപ്പുറത്തൊരു വീട്ടിൽ ഇവർ പോയിട്ട് ചോദിച്ചു ഇവിടെ അപ്പം അവർ പറഞ്ഞു എന്തോ അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ എന്നെ വിളിച്ചിട്ടാണെങ്കിൽ ഇതുപോലെ പറഞ്ഞു നിങ്ങളെ ബന്ധു ഇതുപോലെ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവർക്ക് തീരെ സുഖമില്ലാത്ത ഒരാളും കൂടെയാണേ ഈ സ്ത്രീ എന്ന് പറയുന്നത്. തീരെ സുഖമില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അയ്യോ ഈ സുഖമില്ലാത്തവരെങ്ങനെ ഇവിടെ വന്ന് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ, അപ്പം വീട്ടിൽ അമ്മയൊന്നും ഇല്ലായിരുന്നു, ആരും ഇല്ലായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ എൻ്റെ അനിയനെ വിളിച്ചു പറഞ്ഞു ഇതുപോലെ വന്നിരിക്കുകയാണ്, എന്തെന്ന് നീ ഒന്ന് പോയി നോക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, വണ്ടി ഓടാൻ വേണ്ടിയിട്ടാണ് ഡ്രൈവർ. അപ്പോൾ അവൻ വണ്ടി ഒതുക്കിയിട്ട് അവൻ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവൻ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അപ്പം ഞാൻ അവനെ വിളിച്ചപ്പോൾ പറഞ്ഞ് വീട്ടിൽ അമ്മ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം പിന്നെ അവിടെ വീട്ടിൽ പോയിരുന്ന് ഞാനാണെങ്കിലെന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന കഷ്ടത എന്ന് പറഞ്ഞാൽ, കാരണം ഞാൻ ഇവിടെ ഒരു ഷോപ്പിൽ, ഞാൻ ഇപ്പോൾ ഷോപ്പിലിരുന്നാണ് വീഡിയോ ചെയ്യുന്നത്. ഒരു ഷോപ്പിൽ തുച്ഛമായ വരുമാനത്തിന് ജോലി ചെയ്യുന്ന ആളാണ്. അതിൽ നിന്നെടുത്താണ് ഞാൻ വാടക കൊടുക്കുന്നതും ഒക്കെ. വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, മക്കളെ പഠിത്തം നോക്കണം, വാടക കൊടുക്കണം, ഇതൊക്കെ ചെയ്യുന്നത് അതിൽ നിന്നാണ്. അപ്പം വീട്ടിൽ ഞാൻ ചോദിച്ചു എന്തിന് വന്നേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അവരെ മോൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ നാളെയാണ്. അപ്പം കൊച്ചിൻ്റെ എന്തോ സാധനം വാങ്ങിച്ച് ഇവർ പണയം വെച്ചിട്ടുണ്ട്. അപ്പം അത് എടുത്തു കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും. അപ്പം നാളെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ അവരുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പണയം വയ്ക്കാൻ ചോദിക്കാൻ വേണ്ടി എൻ്റെ അനിയൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അവൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച എന്തോ ആയതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവന് ഈ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച ആയതുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിതൊക്കെ നമ്മളെ പോലെ എടുത്തിയാടി കൊടുക്കുന്ന ആൾക്കാരൊന്നും അല്ല എന്ന് തന്നെ പറയാം. അപ്പം ഇത് അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം ഇതിന് മുൻപേയും എൻ്റെ കൂടെ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ആ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞ് ഞാൻ വിളിച്ച് ചോദിച്ച് കുറേയൊക്കെ ഡിമായാണ് എടുത്ത് തന്നത്. അപ്പം അതുകൊണ്ട് അപ്പം എൻ്റെ കൂടെ പറഞ്ഞ് ചേച്ചി കോഡ് പിന്നെ എന്തായാലും ഒരു മാസത്തിനെ ഇവരെടുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കൂടെ പറഞ്ഞ് ചേച്ചി കോഡ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കൂല. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എനിക്ക് വേറെ ആരും തരാൻ വേണ്ടിയിട്ടില്ല. ഇത് എൻ്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാലും അവരുടെ കയ്യിൽ അങ്ങനെ ഭയങ്കര പൈസ ഉള്ള ആൾക്കാരൊന്നുമല്ല. അവരും ഇതുപോലെ തുച്ഛമായ പൈസയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ജീവിച്ച് പോണവരാണ്. അപ്പം കുറച്ച് ചിലപ്പോൾ ഇല്ലായിരുന്നാലും ഉണ്ടെങ്കിൽ തരും ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ പെട്ടെന്ന് എന്തെങ്കിലും കൊണ്ടുപോയി പണയം വെച്ച് നമ്മളെ കാര്യം നടത്താമല്ലോ എന്ന് പറഞ്ഞ് ഈ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ കൂടെ വാങ്ങിയൊക്കെ ഇടുന്നതാണ്. അങ്ങനെ അപ്പോൾ അവൻ പറഞ്ഞു ചേച്ചി എന്തായാലും ഒരു മാസത്തിന് എടുത്തു തരും, അല്ലെങ്കിൽ എടുത്തു തന്നില്ലെങ്കിൽ ഞാനെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തെന്നറിയാമോ, ഞാൻ എങ്ങനെയെങ്കിലും വാങ്ങിത്തരാം ചേച്ചി കൊടുന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞ് എന്നെ അമ്മയുടെ വീട്ടിൽ എൻ്റെ അനിയൻ വിളിച്ചു വരുത്തി എൻ്റെ കയ്യിൽ കിടന്ന അതും എൻ്റെ മോളെ കയ്യിൽ കിടന്നത് കുറച്ച് ആഭരണം അവർക്ക് കൊടുത്തിട്ട് അപ്പം ഞാൻ പറഞ്ഞ് അത് നിങ്ങൾ അടുത്ത മാസം തന്നെ എടുത്തു തരണം. കാരണം എൻ്റെ കയ്യിൽ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമല്ലോ. അപ്പോഴേ എൻ്റെ കയ്യിൽ വേറെ പൈസയൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എടുത്തു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എടുത്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മാസമായി
2 മാസമായി ഇല്ല. അടുത്ത് മാസം പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഒരു ദിവസം നാളെ എടുത്തു തരാം, അടുത്ത് മറ്റന്നാൾ എടുത്തു തരാം, അടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് എടുത്തു തരാം, ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ തീരെ നിവൃത്തിയില്ല നമുക്ക്. അപ്പം തീരെ നിവൃത്തിയില്ലാതെ ഇത് എന്ത് ചെയ്ത്, അവരെ ഭർത്താവാണെങ്കിൽ ജോലിക്ക് പോണ ആളാണ്. അപ്പം എന്തായാലും ഒരാണിന് 1000 രൂപയിൽ കൂടുതൽ കിട്ടും ഒരു ദിവസം ജോലിക്ക് പോയി കഴിഞ്ഞാൽ. നമ്മളെ പോലെയുള്ള തുച്ഛമായ ശമ്പളമൊന്നുമല്ല. അങ്ങനെ അവരെന്ത് ചെയ്തെന്നറിയാവോ, ഇങ്ങനെ പോയപ്പോഴത്തേക്ക് ഇവർ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടത്. ആ വാടക വീട്ടിൽ നിന്ന് മാറി മോൻ്റെ ഭാര്യ വീട്ടിൽ പോയി താമസിക്കാൻ വേണ്ടിയിട്ട്. മോൻ്റെ ഭാര്യ വീട്ടിൽ പോയി. എന്നിട്ട് നമ്മളോട് ഒരു വാക്ക് പറയുന്നില്ല അവിടെ പോകുമെന്നുള്ള കാര്യം. വേറൊരാൾ മുഖാന്തരം അറിഞ്ഞ് വിളിച്ചു ചോദിച്ചോ പറഞ്ഞ് ഇല്ല നമ്മൾ പോകണില്ല. പക്ഷേ ഇവർ പോയിട്ട് എന്ത് ചെയ്തെന്നറിയാമോ, നമ്മൾ കണ്ടുപിടിച്ച് ഇവരെ മോൻ്റെ വീട്ടിൽ പോയി. മോൻ്റെ വീട്ടിൽ പോയപ്പോൾ എന്നിട്ട് ഇവർ ഒരു വാക്ക് പറയണില്ലേ, അന്ന് എടുത്തു തരാമെന്ന് പറഞ്ഞ ആളാണ്. അത് മാറി ഇങ്ങനെ പോയിട്ട് അന്ന് എടുത്തു തരാമെന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ എന്നിട്ട് ഇവർ ഒരു വാക്ക് വിളിച്ചു പറഞ്ഞില്ല. നമ്മൾ മോൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇവരങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ചോദിച്ചു ഒരു വാക്ക് വിളിച്ച് പറയാമായിരുന്നില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ മാറിയെന്നും ഒക്കെ പറഞ്ഞിട്ട് ഒരു വാക്ക്. എന്നിട്ട് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞങ്ങ് നമ്മൾ അയ്യോ ഇല്ല അടുത്ത ആഴ്ച എടുത്തു തരാൻ പറഞ്ഞു. അങ്ങനെയായി, അടുത്ത ആഴ്ചയായി, പിന്നും ഇല്ല. ഒടുവിൽ എന്ത് ചെയ്തെന്നറിയാവോ, ഇവർ പിന്നെ അങ്ങനെ പറഞ്ഞ് കുറേയായി. 1 വർഷം ആവാൻ പോണ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട്. എന്നിട്ട് ഇത് ഇവർ വീണ്ടും ഹോസ്പിറ്റലിലായി വയ്യാതെ. അപ്പോൾ വയ്യായിക വന്ന് ഹോസ്പിറ്റലിലായപ്പോഴത്തേക്ക് എന്ത് ചെയ്തെന്നറിയാവോ, നമ്മൾ പിന്നെ അപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കണമെന്ന് പിന്നെ നമ്മളൊന്നും മിണ്ടിയില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നോന്ന് നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ ഫോൺ വിളിച്ചിട്ടും എടുക്കൂല, ഇവരെ ഭർത്താവിനെ ഫോൺ വിളിച്ചിട്ടും എടുക്കൂല. അത് ഫോൺ വിളിച്ചത് ആര്, എൻ്റെ അനിയനാണ് വിളിച്ചത്. അവൻ ഇതിലിടപെട്ട് കൊടുത്തത് കൊണ്ട് ഞാൻ അവനെ കിടന്ന് വഴക്ക് പറയുള്ളൂ. അപ്പം അവനാണ് ഇത് വിളിച്ചത്. അതായത് എൻ്റെ ഈ ഷോപ്പിൽ വന്നിരുന്നിട്ട് ഇവിടെ ഇരുന്ന് വിളിച്ച് അവരെ മോനെ വിളിച്ചിട്ടും എടുക്കില്ല. അങ്ങനെ ഇത് ഇവ എന്ത് ചെയ്തെന്നറിയാവോ, ഇത് അങ്ങനെ വിളിച്ചിട്ട് എടുക്കാതിരുന്നപ്പോഴത്തേക്ക് ഇവൻ്റെ മൊബൈലിൽ നിന്ന് വിളിച്ചിട്ട് എടുക്കാത്തതാണോ എന്നറിയാൻ വേണ്ടി എൻ്റെ മൊബൈലെടുത്ത് ഇവൻ വിളിച്ചു, എൻ്റെ അനിയൻ വിളിച്ചു. അപ്പം വിളിച്ചിട്ട് അതിൽ വിളിച്ചിട്ടും എടുക്കില്ല. അങ്ങനെ ആയപ്പോഴത്തേക്ക് വെള്ളിയാഴ്ച വിളിക്കുന്നതാണ്. അപ്പോൾ വെള്ളിയാഴ്ച വിളിച്ചിട്ട് എടുക്കാത്ത ഞായറാഴ്ച വൈകുന്നേരം ഞാൻ കടയിൽ സാധനം വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവരെ എൻ്റെ മൊബൈലിൽ വിളിക്കുകയാണ്. എന്നിട്ട് എന്നോട് ചോദിച്ചു പ്രിയ ചേച്ചി വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ വിളിച്ചിരുന്നില്ല. എന്തെന്ന് ചോദിച്ചു. അത് എൻ്റെ മൊബൈലിൽ വിളിച്ചിരുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ചിലപ്പോൾ എൻ്റെ അനിയനായിരിക്കും വിളിച്ചത്, അവനായിരിക്കും എൻ്റെ മൊബൈലിൽ നിന്ന് വിളിച്ചിട്ട് എടുക്കാത്തതുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ ചോദിച്ച് ഇത് എനിക്ക് നിൻ്റെ അമ്മ എന്തോന്ന് ഈ കാണിക്കുന്നത്, എൻ്റെ സാധനം എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് എടുത്തു തന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെ കാര്യം അവരെ വീട്ടിൽ എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട്. അപ്പം അത് ഞാൻ പറഞ്ഞു നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കണുണ്ടല്ലേ, എൻ്റെ സാധനം എടുത്തു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഇതുമില്ല. അതിനു മുൻപേ എന്നെ ചീത്ത ആ ചെറുക്കനാണെങ്കിൽ ആ പയ്യനാണെങ്കിൽ അയ്യോ ഇനി എന്ത് ചീത്ത വേണം. ഞാൻ ഒരു കടയിൽ സാധനം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ സാധനം വാങ്ങിയിട്ട് പുറത്തിറങ്ങാൻ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, കുറേ ഇങ്ങനെ ഈ പയ്യൻ ചീത്ത വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ചാടി പുറത്തിറങ്ങിയിട്ട് ഞാനും നമ്മളെ പൊട്ട ചെവിയോ മറ്റേ ബദിരോ മൂക്കരോ ഒന്നും അല്ല. അപ്പം നമ്മൾ കുറേ നേരം ഞാൻ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളമാണെന്നറിയാം. കാരണം ഞാനും തിരിച്ച് പറഞ്ഞു. ഈ ചെറുക്കം അങ്ങോടൊക്കെ മോളിക്കൊത്തണം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ അച്ഛൻ വിളിച്ചിട്ട് അത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ വെച്ചോ അങ്ങനെ എന്തെങ്കിലും കാണാം, അല്ലാതെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. 1 മാസമായി 2 മാസമായി മറ്റേതായി ഇത്രയും വർഷം ഈ 1 വർഷം ആവാൻ പോകും. അങ്ങനെ അപ്പോഴും ഞാൻ പറയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്ന് വെച്ചാൽ നീ ചീത്ത വിളിച്ച് ചോദിച്ചത് കൊണ്ടല്ലേ ചീത്ത വിളിച്ചത്. അപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഇവരെന്ത് ചെയ്തെന്നറിയാമോ, ഈ കുറച്ച് കഴിഞ്ഞപ്പം ഈ പയ്യൻ്റെ അച്ഛൻ വിളിച്ചിട്ട് നീ എൻ്റെ മോനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ കയറ്റുമെന്നല്ലേ പറഞ്ഞു. അത് നീ എൻ്റെ മോനെ ചീത്ത വിളിച്ചു. ഞാൻ പറഞ്ഞ ആരാണ് ഇങ്ങോട്ട് ആദ്യം ചീത്ത വിളിച്ചത്, ഞാൻ കാര്യമല്ലേ പറഞ്ഞത്, ആര് ചീത്ത വിളിച്ചതെന്ന് ചോദിച്ചു. അത് നീ വിളിച്ചില്ലേ,
അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ച് അവൻ വിളിച്ചതിന് ശേഷമല്ലേ വിളിച്ചത്, ഞാൻ പൊട്ടിയല്ലല്ലോ കേട്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ്. ഞാൻ പറഞ്ഞു ശരി പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ എൻ്റെ അനിയനെ വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു നീ കാരണമാണ് ഇതെല്ലാം ഇപ്പം എനിക്ക് കേൾക്കേണ്ടി വന്നത്, നീ ആയിട്ടാണ് നിന്ന് വാങ്ങിക്കൊടുത്തത്, മര്യാദയ്ക്ക് വാങ്ങിത്ത എന്നെ ഇന്നതുപോലെയൊക്കെയാണ് വിളിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കാണെങ്കിൽ അവൻ പറഞ്ഞ് ശരി അത് ഞാൻ വിളിക്കട്ടെന്ന് പറഞ്ഞു. അവൻ വിളിക്കുമോ, അവൻ വിളിച്ചപ്പോഴും അവൻ്റെ കൂടെ ഇത് തന്നെ അച്ഛനും മോനും ഇതാണ് സുഖേട് ഇങ്ങനെ അങ്ങ് വിളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവനും ഇങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ, ഇവൻ്റെ നമ്പർ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ് അവിടെ നിന്ന് അവർ വിളിച്ച് നീ ഒക്കെ ചീത്ത വിളിച്ചെന്നൊക്കെ പറയണം അവരിങ്ങനെ താമസിക്കുന്നിടത്ത്, നീ നാളെ പോലീസ് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞു. അത് പിന്നെ അവരെ സാധനം വാങ്ങിച്ചിട്ട് നീ എന്തോന്ന് അവരെ ചീത്ത വിളിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറി എൻ്റെ വാങ്ങിച്ചോ ചുണയുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അവരോട് കിടന്ന് ഈ ചെറുക്കൻ ഇങ്ങനെ കിടന്നു ഇതാവുകയാണ്. എന്നിട്ട് വീണ്ടും ഇവൻ്റെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞ് അത് 2 മാസം കഴിഞ്ഞ് എടുത്തു തരാം എന്ന് പറഞ്ഞു. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നപ്പോഴത്തേക്ക് ഇവിടെ അമ്മ കിടന്നിട്ട് ഭയങ്കര കരച്ചിൽ. ഒരു വശത്തൊന്നും എന്നെ എല്ലാവരും കൂടെ വിടൂല എന്നുള്ള ഇതാണ്. അമ്മ കിടന്ന് ഭയങ്കര കരച്ചിലും അങ്ങനെ കൊടുക്കരുത് പിന്നെ അവരാണ് അത് അമ്മയുടെ ഏറ്റവും ക്ലോസ് ആളാണ്, അപ്പോൾ അതുകൊണ്ട് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ കിടന്ന് കരച്ചിലും ആഹാരം കഴിക്കില്ല അങ്ങനെ ഇങ്ങനെയൊക്കെയായി. പിന്നെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്ന കാര്യം ഞാൻ ഉപേക്ഷിച്ചു. ലാസ്റ്റ് ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നത് 2 മാസം എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നത്. ഒരുപാട് 1 മാസവും 2 മാസവും ഒരാഴ്ചയും 1 ദിവസവും ഒക്കെ ആയി. പിന്നെ ലാസ്റ്റ് പറഞ്ഞു വച്ചിരിക്കുന്ന 2 മാസം എന്നാണ്. എന്നിട്ട് ഇവരുടെ അവിടെ ഇതിൻ്റെ പേരിൽ അവർ ഒരുപാട് പ്രശ്നങ്ങൾ അവരെ വീട്ടിൽ അവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം മറ്റുള്ളവരുടെ പഴി കേട്ടതും കൂടെ ബാക്കിയുള്ളവരുടെ പഴി കേട്ടതും എൻ്റെ ബന്ധുക്കളുടെ പഴി കേട്ടതും ഞാനാണ്. മനസ്സിലായില്ലേ? കൊടുത്ത് സഹായിച്ചിട്ട് ഇവർ കാട്ടിക്കൂട്ടിയതിനും ഞാൻ കൊടുത്തതിനും പഴി കേട്ടത് മൊത്തം ഞാനാണ്. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുള്ളത്, ചിലപ്പോൾ അവരുടെ സാഹചര്യങ്ങളായിരിക്കാം, അവരുടെ വിഷമങ്ങളായിരിക്കാം, അവർക്കതിനുള്ള കഴിവില്ലായിരിക്കാം. എന്നിരുന്നാൽ തന്നെയും നമുക്കതിനുള്ള കഴിവുണ്ടോ, നമുക്ക് ജീവിക്കാൻ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇപ്പം നമ്മളിലില്ലാതെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് നമ്മളുടെ കയ്യിലില്ലാതെ വരുമ്പോഴത്തേക്ക് ആര് സഹായിക്കാൻ നമുക്കുണ്ട്, അല്ലെങ്കിൽ അവർ തിരിച്ച് നമ്മളെ സഹായിക്കുമോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മളെ സഹായിക്കാനുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പോൾ കിടന്ന് എനിക്ക് ആവശ്യങ്ങൾ വന്നപ്പോഴത്തേക്ക് എവിടെ ഓടണമെന്നോ ആര് തരുമെന്നോ ഇപ്പം ഈ വാങ്ങിച്ചു കൊടുത്ത സഹോദരനും ഇല്ല, അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ അവരും ഇപ്പം ഈ കൊടുത്ത ആൾക്കാരും ഇല്ല, വാങ്ങിച്ചുകൊണ്ട് പോയ ആൾക്കാരും ഇല്ല. എന്നാൽ നമുക്ക് ആരുടെയെന്തെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും ചോദിച്ചാൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതിന് തരാനും ആരുമില്ല, അതിനും ആരുമില്ല. ഇപ്പം ഇങ്ങനത്തെ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്, എനിക്ക് പറ്റിപ്പോയതുപോലത്തെ ഈ ചതി നിങ്ങൾക്ക് പറ്റരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.